1-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് ഒരു 15 മിനിറ്റ് കൊണ്ട് നവോത്ഥാനം കേരളത്തിൽ ഉണ്ടാക്കാൻ നാരായണ ഗുരുദേവനെയും ചട്ടമ്പി സ്വാമികളെയും അയ്യങ്കാളിയെയും ശ്രീ വൈകുണ്ഠസ്വാമിയെയും എല്ലാം മാറ്റി നിർത്തിയിട്ട് 15 മിനിറ്റ് കൊണ്ട് ഹൊസങ്ങാടി മുതൽക്ക് വെള്ളയമ്പലം വരെ കൈകോർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ധന്യമായിട്ടുള്ള നവോത്ഥാനം ഉണ്ടാകുമെന്ന് ധരിച്ച ഒരൊറ്റ സുപ്രഭാതത്തിൽ 15 മിനിറ്റ് കൊണ്ട് നവോത്ഥാന നായകനാകാൻ 168 കോടി രൂപ ഗവൺമെൻറ് ഖജനാവിൽ നിന്നെടുത്ത് അതുപോലെ തന്നെ ഈ നവോത്ഥാനം ബാധകമല്ലാത്ത ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും കൂടി അതിനകത്ത് ചേർത്തിട്ട് അതിന് നേതൃത്വം കൊടുക്കാൻ തനി വർഗീയവാദി എന്ന് മുദ്രകുത്തിയ SNDPയുടെ പരമോന്നത നേതാവിൻ്റെ കീഴിലുള്ള SNDP സംഘടനയിൽ ഇന്നലെ പാലക്കാട് ഒരു പ്രഭാഷണം നടത്തിയിരുന്നു. ഈ ഗവൺമെൻറ് ചെയ്യുന്ന കൊള്ളരുതായ്മയും നവോത്ഥാനം എന്താണെന്ന് പറഞ്ഞു കൊടുക്കലും 56 സന്ദേശം നാരായണ ഗുരുദേവൻ നൽകിയത് പ്രിൻ്റഡ് നോട്ട് കൊടുത്ത് ക്ലാസ് എടുക്കുകയും ചെയ്തപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അസാധാരണമായിട്ടുള്ള കയ്യടി ഉണ്ടായിരുന്നു. പാലക്കാടിലെ ജനത കമ്മ്യൂണിസ്റ്റുകാരാണെന്നും നവോത്ഥാനത്തിന് ഇന്ന് ഭരിക്കുന്നവർക്ക് പിന്തുണ നൽകുന്നവരോ ആണെന്നുള്ള തെറ്റിദ്ധാരണകൾ മാറ്റിയിട്ട് സത്യമായിട്ട് പച്ചയ്ക്ക് സദസ്സിൽ പറഞ്ഞപ്പോഴത്തേക്ക് നിർത്തിയതിലുള്ള ദുഃഖമല്ലാതെ പറഞ്ഞതിലുള്ള ദുഃഖം ഒരൊറ്റ വ്യക്തികൾക്ക് ഉണ്ടായിരുന്നില്ല, ദേഷ്യവും ഉണ്ടായിരുന്നില്ല. കാലം മാറുന്നു. ഏപ്രിൽ 23-ാം തീയതി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈ നാടിൻ്റെ സംസ്കാരവും ഈ നാടിൻ്റെ പൈതൃകവും ഈ നാടിനെയും ഡിവൈഡ് ഇന്ത്യ എന്ന് അകത്തും പുറത്തും ഇരുന്നവർ പ്രവർത്തിച്ച് പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ ഈ രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവർ, സംസ്കാരത്തെ സംരക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നവർ ചങ്കൂറ്റത്തോടു കൂടി പറയണം, പ്രവർത്തിക്കണം. ഈ രാഷ്ട്രം ഒരു 10,000 വർഷത്തെ പാരമ്പര്യമുള്ളതാണ്. ഇന്നലെ പാലക്കാട് നല്ലേപ്പള്ളിയിൽ നടന്ന SNDPയുടെ സമുജ്വലമായ ക്ലാസ്സിൽ ആൾമോസ്റ്റ് ഒരു വർക്കിംഗ് ഡേയും കത്തിജ്വലിക്കുന്ന ചൂടുമുണ്ടായിട്ടും ഹാള് നിറച്ച് കറക്റ്റ് 10 മണിക്ക് തന്നെ എല്ലാവരും വന്നിരുന്നു. ഭാരതം മാറുന്നുണ്ട്, കേരളം മാറുന്നുണ്ട്, ഒരു പുതിയ യുഗം. ഒരു പക്ഷേ ഏപ്രിൽ 23-ാം തീയതി അതിൻ്റെ ആരംഭവും ഏതാണ്ട് ഏപ്രിൽ അടുത്തതിൻ്റെ പിന്നത്തെ വർഷം 2022 ഒരു പുതിയ മാറ്റം കേരളത്തിൽ ഉണ്ടാകാനുള്ള തുടക്കവുമായിരിക്കും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അതിനായി പ്രവർത്തിക്കാം. രാഷ്ട്രത്തിന് വേണ്ടി, സംസ്കാരത്തിന് വേണ്ടി നിലനിൽക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യാൻ സാധിക്കട്ടെ.